ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ആദർശാണ്ടൊക്കെ ലീവാണ് കേട്ടോ. അപ്പം ഞങ്ങളിപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. എനിക്കച്ഛൻ ഞാൻ രാവിലെ തന്നെ തുമ്മിയിട്ട് എൻ്റെ ആകെ സൈഡായിപ്പോയി. എന്നെ കണ്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും. രാവിലെ തൊട്ടേ തുമ്മൽ തുടങ്ങിയത് അലർജിയുടെയാണ്. കുറച്ച് കഴിഞ്ഞ് മറക്കുള്ളൂ കേട്ടോ. കുഞ്ഞിച്ചൊക്കെ നല്ല ഉറക്കാണ്. എൻ്റെ ആദർശാണ്ട് ഇരിക്കുന്നുണ്ട്. ഉണ്ണി രാവിലെ 3 മണിയൊക്കെ ആകുമ്പോൾ ഉണ്ടായിരുന്നാ. 3 മണിയാകുമ്പോൾ എണീറ്റിട്ട് കുറേ നേരം ഇരുന്ന് കളിച്ച്. ഞാൻ പാലൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കുറേ നേരം ഇരുന്ന് കളിച്ച്. എന്നിട്ടും അവൻ ഉറങ്ങണില്ല. കുറേ നേരം ഇങ്ങനെ ഇരുന്ന് കരയണമൊന്നുമില്ല, വാശി പിടിക്കണമൊന്നുമില്ല. അവൻ ഇങ്ങനെ ചിരിച്ച് കളിച്ചുകൊണ്ടേ നിൽക്കുക. ലാസ്റ്റ് എനിക്ക് ഉറക്കം വന്നിട്ട് എനിക്ക് തീരെ പറ്റണില്ല. കുറച്ച് നേരമൊക്കെ ഞാൻ നിന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് കൊണ്ടുകൊടുത്തു. അപ്പോൾ തൊട്ടിലിടാൻ വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നെ അമ്മയുടെ അടുത്തും അതേ പെട്ടെന്നൊന്നും ഉറങ്ങിയില്ല. അവിടെ കിടന്ന് ഉറങ്ങി. പിന്നെ ഉറങ്ങുമ്പോൾ 5:30-6 മണി ഇത്രേ. സമയം 8:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം ആള് നല്ല ഉറക്കാ. അവ ഉറങ്ങുമ്പോൾ ഏതാണ്ട് 6 മണിയൊക്കെ ആയിട്ടുണ്ട്. എന്നിട്ട് ഇതേപ്പോൾ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. ഇന്നിപ്പോൾ ജസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഒരു വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇനി ചായ കുടിക്കണം. കുറച്ച് നേരം ഇങ്ങനെ ഉമ്മറത്ത് ചേട്ടൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞിരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഉമ്മറത്തേക്ക് പോകുന്നതാട്ടോ. ചേട്ടൻ സ്കൂട്ടി എടുത്തുട്ടാ. പുതിയതല്ലാട്ടോ, സെക്കൻഡ് ഹാൻഡ് ആണ്. ഇത് ഇമ്പളത്ത് തണ്ടർബേഡും ആ ഗ്ലാമറും ഉണ്ട്. അതിൽ തണ്ടർബേഡ് എടുത്ത് പോയപ്പോൾ മുതലാവില്ല. ഒരു 30-35 മൈലേജ് ഉണ്ടാവുള്ളൂ മാക്സിമം. പിന്നെ ഗ്ലാമറിൽ നല്ല മൈലേജ് ഉണ്ട്. പക്ഷെ മഴക്കാലം ആകുമ്പോൾ നമുക്ക് ചോറ് കൊണ്ടുപോകാനും അതേപോലെ തന്നെ ഒരു ടാബ് ഉണ്ട്, മുത്തൂറ്റിൻ്റെ ഒരു ടാബ് ഉണ്ടാവും. അപ്പോൾ ടാബ് നനഞ്ഞാലൊക്കെ ബുദ്ധിമുട്ടാണ്. ഇത് വലിയ റേറ്റ് ആയില്ല. ഇത് ഞാൻ കോഴിക്കോടും കണ്ണൂരും ഒക്കെ ഞാൻ വണ്ടി നോക്കി, തൃശ്ശൂരും ഒക്കെ പാടെ നോക്കി, എറണാകുളത്തൊക്കെ നോക്കിയാൽ ഒരു ടീമുണ്ട്. അതായത് ഒരു റോയൽ, ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. നല്ല ടീം, അത്യാവശ്യം റേറ്റിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തന്ന ഒരു സർവീസൊക്കെ ചെയ്ത് തന്ന ഓരോ. അവിടെ ഞാൻ വണ്ടി കണ്ടതിൽ എല്ലാ ടൈപ്പ് വണ്ടിയുണ്ട്. ഇനിയിപ്പോൾ ടിസ്റ്റ് ഉണ്ട്. ഇപ്പം ഇന്ന് ശനിയാഴ്ച ലീവ്, നാളെ ഞായറാഴ്ച ലീവ്. ഇനി 4 ദിവസം ഞാൻ അവിടെ ഉണ്ടാവില്ല. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം. ചെക്കനൊക്കെ കാണാണ്ട് എങ്ങനെയാ നിൽക്കാന്ന് ആലോചിക്കുമ്പോളാ. ചേട്ടാ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായി, പറഞ്ഞിട്ടും കുറെ പേര് ചോദിക്കണ്ട എന്താ ജോലി. ഇപ്പൊ അത് ഞാൻ ശരിക്കും ഉണ്ടല്ലോ ചെറിയ വ്ളോഗൊക്കെ ചെയ്യണ വിചാരിച്ച. എൻ്റെ അവസ്ഥ ഇതാണ്. കാരണം ഞാൻ എല്ലാം ചെയ്യണം എന്നറിയും. പിന്നെ അത് ഒക്കെ പെൻഡിങ് ആവും. കാരണം ഓരോ ഇതിലായിട്ട് അത് ഞാൻ വ്ളോഗായിട്ട് തന്നെ ചെയ്യാം. പിന്നെ കുറേ ആൾക്കാരെ ചൊറിച്ചിൽ പരമായിട്ടുള്ള കുറേ മെസ്സേജ് ഒക്കെ കണ്ട് എന്താ പറയുക. അപ്പം എനിക്കാണേലും ഇവക്കാണേലും അവിടെ ദേഷ്യമൊന്നുമില്ല. പക്ഷെ എന്താ പറയുക, നമ്മൾ എങ്ങനെ പറയണ്ടറിയില്ല. ആരെയും വെറുപ്പിക്കാണ്ട് ആരെയും ഇതാക്കാണ്ടൊക്കെ ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾ ഈ നെഗായിട്ടൊന്നും എടുക്കരുത്. അതായത് കമൻറ്റ് നോക്കാൻ നമുക്ക് ടൈമില്ലാത്തതുകൊണ്ട്. കാരണം ചെക്കനെ നോക്കാൻ തന്നെ ഞാനാണേലും ഈ പുലർച്ചയ്ക്കൊക്കെ എണീച്ചിട്ട് ഇങ്ങനെ ഇരിക്കും ചെക്കൻ നോക്കാം. അപ്പോൾ ഇവിടെ അവസ്ഥ ആലോചിച്ച് നോക്കും. ഞാൻ പണിക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ അമ്മയും കൂടിയല്ലേ നോക്കുക. അതുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മളെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കണം എന്നാണ് നമ്മളെ എല്ലാവരെയും ആഗ്രഹം. ഓക്കെ. അപ്പം ഇന്നിപ്പം നമുക്ക് അടിപൊളി ഇന്ന് തൃശ്ശൂര് പോണം. അമ്മ കൊറേ നേരമായി ചായ കുടിക്കാൻ വേണ്ടി വിളിക്കുന്നത്. ടയറിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് കാർ എടുത്തിട്ട് പോവാനും. ആടെ കാലൊക്കെ പുറത്തേക്ക് ഇട്ടേക്കുന്നേ. കുഞ്ഞിക്കാല് പൊത്തിച്ചിട്ടുണ്ടല്ലോ. അമ്മയുടെ സ്വത്തു എവിടെ? എവിടെയാടി പെണ്ണേ? അപ്പം അമ്മയും അടുക്കളയിൽ ഇവിടെ പണിയിലാണ് കേട്ടോ. അപ്പം അമ്മ ദോശ ഉണ്ടാക്കുകയാണ്. അമ്മ ഓൾറെഡി കുറച്ച് ദോശ ആദർശാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് നേരം ഉമ്മർത്ത് വർത്താനം പറഞ്ഞ് ഇരുന്നപ്പോൾ അത് തണുത്തുണ്ടായിട്ടോ. അപ്പം അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാൽ ആദർശനെ നീ ചൂട് കൊടുക്കാൻ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇതേ ഞാൻ ഈ ദോശ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. ഇത് ശനിയാഴ്ച ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. ഇടാൻ കുറച്ച് ലാഗായി പോയി. അപ്പോൾ ഞാനിതേ ഇന്ന് ഇരുന്നിട്ടാണിത് എഡിറ്റ് ചെയ്യാൻ. ഇപ്പോൾ സമയം ഇന്ന് ബുധനാഴ്ച കേട്ടോ. ബുധനാഴ്ച ഇന്ന് സമയം പുലർച്ചെ 2 മണിയായിട്ടുണ്ട്. അപ്പോൾ സംസാരിക്കുമ്പോൾ കുറച്ച് ഉറക്കപ്പിച്ചിൽ പോലെ തോന്നും. പക്ഷെ ഉറക്കം വരുന്നില്ല കേട്ടോ. തീരെ ഉറക്കം വരാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നത്. അങ്ങനെ ഇത് ഞാൻ ദോശ ചുട്ടുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ കുറേ കമൻസൊക്കെ കണ്ടു, എന്താ റിപ്ലൈ തരുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷേ എനിക്കിപ്പോൾ കമൻസ് നോക്കിയിട്ട് കുത്തിരിക്കാനുള്ള ടൈം കിട്ടണില്ല കേട്ടോ. രാത്രിയൊക്കെ ആകുമ്പോൾ ഞാനിങ്ങനെ ഫോൺ എടുത്ത് അങ്ങോട്ട് ഉറങ്ങി പോവുക ചെയ്യുക. ഫോൺ എടുത്ത് തന്നെ ഇരിക്കും. ഇടയ്ക്ക് ചിലപ്പോൾ റീൽസൊക്കെ കണ്ടിരിക്കുക. ഇങ്ങനെ ഇരുന്ന് റീൽസിൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടാവും. ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് എന്താണെന്ന് അറിയില്ല, തീരെ ഉറക്കം വരുന്നില്ല കേട്ടോ. അത് കാരണം ഞാൻ ഇങ്ങനെ ഫോൺ
കൊടുത്തപ്പോൾ എന്തായാലും ബാക്കിയുള്ള വീഡിയോസൊക്കെ നമുക്ക് സെറ്റാക്കാന്ന് വിചാരിച്ചിട്ട് വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി ഇരുന്നതാട്ടോ. ഈ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷം മുന്നേ വരെ എനിക്ക് അധികം ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം അങ്ങനെ ഇല്ലാട്ടോ, നമ്മുടെ ചാനൽ വളരും തോറും നമുക്ക് നല്ല പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് എൻ്റെ ഒരു ജോബിന്റെ ഭാഗമായിട്ട് ഞാൻ എടുത്തോണ്ട് അതിനനുസരിച്ച് എല്ലാതും സ്പീഡപ്പായിട്ട് ചെയ്തു പോകണം. എന്താണെന്നൊക്കെ അറിയില്ല കേട്ടോ, ഇപ്പൊ ഒന്നിനും സമയം കിട്ടാറില്ല. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ കുറേ ചേച്ചിമാർ മെസ്സേജ് അയക്കുന്നുണ്ട്, അവർക്ക് റിപ്ലൈ കൊടുക്കാനോ എന്റെ ഇഷ്ടങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കാനുള്ള ഒരു ടൈമേ എനിക്ക് കിട്ടണില്ല കേട്ടോ. പക്ഷെ എന്റെ കിച്ചുമോൻ എനിക്ക് യാതൊരു വിധ ബുദ്ധിമുട്ടുണ്ടാക്കണില്ല കേട്ടോ. അവന് വെച്ചിക്കുമ്പോൾ അവൻ കരയും. അപ്പൊ അവന് പാല് കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ അവൻ കിടന്ന് ഉറങ്ങൂട്ടോ. ഇനി അവൻ വലുതാവണതിനനുസരിച്ചിട്ട് കുറുമ്പനാവാതിരുന്നാൽ മതിയായിരുന്നു കേട്ടോ. അങ്ങനെ ആദർശേട്ടനെ ദോശയൊക്കെ കൊടുത്തു. പിന്നെ അവിടെ എന്തോ ഒരു വണ്ടിയിൽ എന്തോ സംഭവം പോകുന്നുണ്ട്. അപ്പൊ ആദർശേട്ടൻ ഇതൊക്കെ കാണിച്ചു തരും കേട്ടോ. നമ്മുടെ കൊക്ക് നീക്കി എന്തൊക്കെ നിങ്ങള് ഞാൻ ആ തുണി അങ്ങോട്ട് കൊടുത്ത അങ്ങനെ കിച്ചുവിനെ അമ്മ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിപ്പിക്കാട്ടോ. മൂപ്പര് നല്ല ഉറക്കാണ്. ഈ ഉറക്കത്തിൽ നിന്ന് അവനെ കുളിപ്പിക്കാൻ വേണ്ടി എടുത്തവൻ ഭയങ്കര അലമ്പാക്കാറുണ്ട്. പിന്നെ ഇതേ നമ്മൾ ബാക്ക് സൈഡിൽ ഇരുന്നിട്ടാട്ടോ ഉണ്ണീനെ കുളിപ്പിക്കാറ്. ഇതേപോലെ ഒരു ചെമ്പില് ചെറു ചൂടുവെള്ളത്തിൽ ചേട്ടൻ ഉണ്ണീനെ കുളിപ്പിച്ചു കൊടുക്കാറ്. അങ്ങനെ ഇതിന്ന് വലിയ കുഴപ്പമില്ലാതെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാനിതേ ഇവിടെ നിൽക്കാറ് കേട്ടോ. അപ്പൊ ഞാൻ ചായ കുടിച്ചിട്ടില്ല. അപ്പൊ അമ്മേന്റെ അടുത്ത് പറയുന്നുണ്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പിന്നെ ഞാൻ ഉണ്ണിയുടെ കുളി കഴിഞ്ഞിട്ട് ചായ കുടിക്കാന്ന് വിചാരിച്ചിട്ട് ഉണ്ണിയുടെ അടുത്ത് തന്നെ നിന്നുട്ടാ. പിന്നെ ഇത് ദോശയും ചട്നിയൊക്കെ എടുത്തിട്ട് ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു. അപ്പൊ ടി വിയിൽ മറ്റേ സൈക്കോന്റെ സിനിമ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാനും അമ്മമ്മ അത് കണ്ടിട്ടിരുന്ന് ചായ കുടിക്കാൻ കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് തൃശ്ശൂർക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഇന്ന് ചേച്ചിയും ചേട്ടനൊക്കെ വരും കേട്ടോ. അപ്പൊ അവര് വന്നു വെച്ചെങ്കിൽ എക്സിബിഷന് പോവാന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ അമ്മയും അച്ഛനൊന്നും ഇതുവരെ എക്സിബിഷന് പോയിട്ടില്ല. അപ്പൊ അവരെന്നെ കൊണ്ട് എന്തായാലും പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ട്. അപ്പൊ അമ്മ എന്നോട് അമ്മയില്ല, അമ്മ ഉണ്ണീനെ നോക്കാം എന്നോട് പൊക്കോളാൻ പറയായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും ഉണ്ണീനെ നോക്കിക്കൊണ്ട് അമ്മയോട് അച്ഛനോടും പോകാൻ പറഞ്ഞിട്ട്. അപ്പൊ ആദർശേട്ടൻ പറഞ്ഞു വന്നാൽ നമുക്ക് രാവിലെ ആകുമ്പോൾ ബൈക്ക് എടുത്തിട്ട് വെറുതെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. പിന്നെ മാളുമ്മയ്ക്ക് ഫോൺ നോക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കിരൺചേട്ടനും മാളും നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെല്ലാവരും ഇതേ പോകാൻ വേണ്ടി നിൽക്കാട്ടോ. ഞാനൊക്കെ അച്ഛങ്ങ വേഗം റെഡി ആവായിരുന്നു. അതിൻ്റെ ഇടയിൽ എനിക്കൊരു കുന്താളിപ്പുണ്ടായി. എനിക്ക് മുടി വെട്ടിയിടാൻ ഒരു പൂതി. അങ്ങനെ ഞാൻ ഫ്രണ്ടിൽ കുറച്ച് മുടി ഇങ്ങനെ മുറിച്ചിട്ടു. കിരൺചേട്ടൻ അവിടെ ഉണ്ണീനെടുത്ത് നിൽക്കണ്ടിട്ടാ. നമ്മൾ കാറിലല്ല പോണ, ബൈക്കിലാണ്. നമ്മുടെ കാറിന്റെ ടയറിന് എന്തോ ഒരു പണി കിട്ടിയിട്ടുണ്ട്. കിരൺചേട്ടന്റെ ഹെൽമെറ്റ് വല്യമ്മയുടെ ആയിരുന്നു കേട്ടോ. അപ്പൊ അതിന്മേൽ സിന്ദൂരം ഉണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ അത് വെച്ച് വന്നപ്പോൾ ചേട്ടൻ നെറ്റത്ത് ആകെ സിന്ദൂരം. അപ്പൊ അത് ഇന്നലെയും അത് തുടച്ചു കൊടുക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതേ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ അമ്മ നോക്കി പോവാൻ വേഗം വരണം എന്നൊക്കെ പറയട്ടെ. ഉണ്ണിയുള്ളത് ഓർമ്മ വേണം, വേഗം വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ ബാഗൊക്കെ സെറ്റാക്കിയിട്ട് വണ്ടിയുമ്പോൾ കയറാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഹെൽമെറ്റ് കാണാണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അത് തപ്പാൻ വേണ്ടിയിട്ട് കുറേ നേരം നിന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മൾ റൗണ്ട് ചെയ്തിട്ട് 4 ഹെൽമെറ്റ് ഒപ്പിച്ചു. അതിൽ എനിക്ക് ഇന്നരയിൽമയുടെ എല്ലാ കുമാരിയിൽമയുടെ ഹെൽമെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ എൻ്റെ തലയ്ക്ക് ചെറുതായിരുന്നു കേട്ടോ. എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പിടിച്ചു. പിന്നെ എന്നെ ഞാട്ട ഡ്രസ്സ് നമ്മൾ സ്റ്റുഡിയോന്ന് ഉണ്ണിയുടെ ന്യൂ ബോൺ ബേബി ഷൂട്ട് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനെ എടുത്തതായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഇട്ട് നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ മാളു കിരൺചേട്ടൻ്റെ വണ്ടിയുമേ ഞാൻ ആദർശൻ്റെ വണ്ടിയുമേ ആയിട്ടാണ് പോകുന്നത്. അങ്ങനെ ഇതേ അമ്മയൊക്കെ ഇവിടെ ഉണ്ട്. വലിയമ്മ പോയി. അങ്ങനെ നമ്മൾ വീണ്ടും തൃശ്ശൂർക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാവും. അപ്പോൾ കുറേ നാളായിട്ട് ഈ കാറിൽ പോയിട്ട് ഇങ്ങനെ ബൈക്കുമേ സ്കൂട്ടിയുമൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നി എനിക്ക് ബൈക്കും സ്കൂട്ടിയുമൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിത് നമ്മുടെ പാടത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ പാടം നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു രസമാണ്. ഇത് കൂടെ വൈകിട്ട് നമ്മളും രാവിലെയൊക്കെ ആകുമ്പോൾ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ വെയിലധികം ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ നല്ല ചൂടായിരുന്നു. മഴക്കാർ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. എങ്കിലും ഭയങ്കര ചൂടെടുക്കലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഹെൽമെറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. നമ്മൾ വേഗം തൃശ്ശൂർക്ക് പോവായിരുന്നു. അപ്പോൾ മാളും അച്ഛങ്ങ പോണതിൻ്റെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കും. അപ്പോൾ പിന്നെ ആദർശേട്ടൻ അച്ഛങ്ങ അവളെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കാനുണ്ടാ. അപ്പോൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനെങ്ങനെ ഓരോന്ന് പറയട്ടാ. അങ്ങനെ ഞങ്ങൾ ഇതേ അവരുടെ ഒപ്പം എത്തും. പിന്നെ കുറച്ച് നേരം ബാക്കിക്ക് പോവും, വീണ്ടും അവരുടെ ഒപ്പം എത്തും. അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നാൾക്ക് ശേഷമായിട്ട് ഇങ്ങനെ ചിരിച്ച് കളിച്ച് പോണേ. ചില സമയത്ത് നമ്മളിങ്ങനെ പോയി കഴിഞ്ഞു വെച്ചെങ്കിൽ ഒന്നല്ലെങ്കിൽ ഒരു ടീമിനെ കാണില്ല. ചില സമയത്ത് ഞങ്ങൾ ഫസ്റ്റ് പോവും, പിന്നെ അവരെ കാത്തു നിൽക്കും. ചില സമയത്ത് അവർ ഫസ്റ്റ് പോവും, പിന്നെ നമ്മളെ കാത്തു നിൽക്കും. അങ്ങനെയായിരുന്നു കേട്ടോ. തൃശ്ശൂരെ വീട് വെച്ചെങ്കിലും എനിക്ക് എല്ലാ വഴികളൊന്നും തൃശ്ശൂരിൽ അറിഞ്ഞൂടാട്ടോ. അങ്ങനെ പിന്നെ അവരെ കാണാതെയായിട്ട് നമ്മൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കാട്ടോ. അവരെ കാണാനില്ല, അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. അങ്ങനെ കിരൺചേട്ടൻ ഏതോ ഷോർട്ട് കട്ട് കൂടെ കയറിയതായിരുന്നു. അങ്ങനെ അവർ നമ്മളതിനോട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളതിനെ കണ്ടപ്പോൾ അവർ വേഗത്തെ ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് ഇറങ്ങാണ്ടിട്ട് സ്കൂളിൻ്റെ ബാക്ക് സൈഡാണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ പിന്നെ മാളുവിന് ഫോൺ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ആദ്യം വേഗം നോക്കാൻ പറഞ്ഞിട്ട് നമ്മൾ ഓരോ ഷോപ്പും ഇങ്ങനെ ആദർശനൊന്നും അറിയില്ല, തൃശ്ശൂർ എവിടെയാണ് ഫോണിൻ്റെ ഷോപ്പുള്ളതെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ കുറേ ഷോപ്പിക്കൊക്കെ നമ്മൾ വിളിച്ചു നോക്കി. പിന്നെ കാണുന്ന ഓരോ മൊബൈൽ ഷോപ്പിലൊക്കെ കയറിയിട്ട് പ്രൈസും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. എന്നാലും ഇവിടെ അധികം ഷോപ്പുകളൊന്നും ഇല്ല കേട്ടോ. മഴക്കാറാണെങ്കിൽ
കൂടിയിട്ട് നല്ല ചൂടാട്ടോ, മുഖത്തേക്കൊക്കെ എന്തോ ഒരു പ്രത്യേക ഒരു വെയിലടിച്ചിട്ട് നമുക്കൊരു ഇതെടുക്കില്ല അതേപോലെ, പക്ഷെ വെയിലില്ല ഇനിയും, പക്ഷെ അതേപോലെ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇവർ ഇതേ കിരൺചേട്ടനും മാതൃശ്ശേട്ടനും മാറി മാറി ഇങ്ങനെ ഓരോ കടകളിൽ ചെന്നിട്ട് കാര്യങ്ങളും ഫോണൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. മാളൂന് കുറെ നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണെന്നോ ഐഫോൺ എടുക്കണമെന്ന്. അങ്ങനെ അറ്റ് ലാസ്റ്റ് അവളുടെ ആഗ്രഹം അങ്ങോട്ട് നടക്കാൻ പോവാണ്. പക്ഷെ നമുക്ക് ഓരോ കടയിൽ കയറുമ്പോഴും നമ്മുടെ പ്രതീക്ഷയൊക്കെ ഇങ്ങനെ വിട്ടു പോവാട്ടോ, കാരണം നമ്മൾ വിചാരിച്ച പ്രൈസിലൊന്നും കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും തൃശ്ശൂർ റൗണ്ടിലേക്ക് എത്തിയിട്ട് ഇവിടെയൊക്കെ എക്സിബിഷൻ്റെ നല്ല തിരക്കുണ്ട്. എനിക്ക് അച്ഛനോട് കയറണമെന്ന് നല്ല ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ ചേട്ടന്മാർ പറഞ്ഞു ആദ്യം നമുക്ക് ഫോൺ നോക്കാം, പിന്നെ സമയം ഉണ്ടെങ്കിൽ നമുക്ക് എക്സിബിഷന് കയറാമെന്ന്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി എന്തായാലും എക്സിബിഷന് പോക്ക് നടക്കില്ല എന്ന്. അങ്ങനെ ഫോണൊക്കെ വാങ്ങിച്ച് എക്സിബിഷന് കയറുമ്പോഴേക്കും നമ്മുടെ വീട്ടിൽ ചെറുതുണ്ടല്ലോ, അപ്പം അത്ര ടൈമൊക്കെ ഇവിടെ നിൽക്കാൻ പറ്റില്ല, വേഗം വീട്ടിൽ പോകണ്ടേ. അങ്ങനെ പിന്നെ നമ്മൾ ബൈക്കൊക്കെ ഒരു സൈഡിൽ വെച്ചിട്ട് ഫുള്ള് നടത്തായിട്ടാ. അതാണ് നമ്മൾ ക്ഷീണിച്ചു കേട്ടാ. ശരിക്കും നമ്മൾ തൃശ്ശൂർക്കൊക്കെ ഓരോ സാധനങ്ങൾ വാങ്ങിക്കാൻ വരുമ്പോൾ ഏറ്റവും ബെറ്റർ ബൈക്കുമ്മ വരണ്ടാട്ടോ. ബൈക്കും വെച്ചെങ്കിൽ നമുക്ക് വണ്ടി സൈഡാക്കിയിട്ട് നമുക്കുള്ള അടുത്തുള്ള ഷോപ്പിലേക്കൊക്കെ കയറാൻ പറ്റും. പക്ഷെ നമ്മൾ കാറിലാണ് വരണമെന്ന് വെച്ചെങ്കിൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മുടെ കാറ് സൈഡാക്കാൻ തന്നെ നമുക്ക് നല്ല പണി കിട്ടാറുണ്ട് കേട്ടോ എപ്പോഴും തൃശ്ശൂർക്ക് കാർ എടുത്ത് വരുമ്പോൾ. അങ്ങനെ പിന്നെ നമ്മൾ സിറ്റി സെന്ററിലേക്ക് കയറി പിന്നെ അവിടെയും ഒരു ഫോണൊക്കെ നോക്കിട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഫോണിന്റെ ഒരു കാര്യം നോക്കണില്ല കേട്ടോ, ഫുള്ള് ആദർശേട്ടനും കിരൺചേട്ടനാണ് എല്ലാ കാര്യങ്ങളും നോക്കണം. ഞങ്ങൾ വെറുതെ അവിടെ വർത്താനൊക്കെ പറഞ്ഞിരിക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് കിരൺചേട്ടൻ നമുക്ക് സർബത്ത് കുടിക്കാന്ന് പറഞ്ഞിട്ട് നറുനീണ്ടി സർബത്ത് കുടിക്കാൻ വേണ്ടി കയറിട്ടോ. എന്തോ പാൽ സർബത്ത് എന്നും പറയും. ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം കുടിക്കുന്നത്. അങ്ങനെ പിന്നെ അതൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ കുന്നംകുളത്തേക്ക് പോകുന്നു. അങ്ങനെ വിനീഷാന്റെ ഒരു ഫ്രണ്ടിന്റെ കടയിൽ നിന്നാണ് നമ്മൾ ഫോൺ എടുത്തേട്ടോ. അപ്പോൾ ചേട്ടൻ ഓൾറെഡി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സിബിഷന് പോകണമെങ്കിൽ നമുക്ക് നേരെ ആദ്യമേ ഇങ്ങോട്ട് പോന്നാൽ മതിയായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്ന എക്സിബിഷനും കൂടെയും പോകണം എന്നുള്ള രീതിക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ മാളൂന് ഫോണൊക്കെ സെറ്റായി, അവളും ഹാപ്പി ഞങ്ങളും ഹാപ്പി. പിന്നെ ഇവിടുന്ന് നമ്മൾ ഇവൾക്ക് വേണ്ട ചാർജർ, പിന്നെന്താ ഫോൺ കേസ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവിടുന്ന് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദർശനും കിരൺചേട്ടനും മാളവും ഇട്ട് ട്രോളുന്നുണ്ട് കേട്ടോ ഓരോന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ സെറ്റ് ആക്കാറ് കേട്ടോ. പിന്നെ ആദർശനും ഒരു ഫോൺ വേണമായിരുന്നു കേട്ടോ. പിന്നെ വർക്കിന് കയറുമ്പോൾ ഒരു ആൻഡ്രോയിഡ് ഫോൺ വേണമായിരുന്നു. അങ്ങനെ ചേട്ടനും ഇവിടുന്ന് ഒരു ഫോൺ വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ ഇതവൾ ഫോൺ വാങ്ങിക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മൾ എടുത്തു. അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കിയിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കാം കേട്ടോ. കിരൺചേട്ടൻ സ്കൂട്ടിയുമ്പോൾ കയറിയിരുന്നതും ഒരു ഓളിടുന്ന സൗണ്ടും കേട്ടുട്ടോ. കാരണം സ്കൂട്ടി വെയിലത്ത് നിന്നിട്ട് ഭയങ്കര ചൂടായിട്ടുണ്ടായിരുന്നു. ഈ കുന്നംകുളത്തൊക്കെ എത്തുമ്പോഴേക്കും മഴക്കാരൊക്കെ പോയിട്ട് നല്ല വെയിലായിട്ടോ. മുഖത്തൊക്കെ ടേനടിച്ചൊരു ഇതായിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് വേഗം നമ്മുടെ ടിഷ്യൂ പേപ്പറൊക്കെ എടുത്ത് തുടയ്ക്കുമ്പോൾ അതിലൊക്കെ ഭയങ്കര പൊടിയും ചെളിയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ എരുമപ്പെട്ടിക്ക് എത്തണേക്കാൻ മുന്നേ തോന്നുന്നു നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടൽ കണ്ടപ്പോൾ അങ്ങോട്ട് കയറി കേട്ടോ. ആദർശേണ്ണ ആദ്യം വെറുംചോറ് മതി പറഞ്ഞിട്ട് കുറേ നമ്മൾ വെറുംചോറുള്ള ഹോട്ടലൊക്കെ തപ്പി നടന്നു, പക്ഷെ എവിടെയും കിട്ടിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ ഈ ഒരു ഹോട്ടലിലേക്ക് കയറി. അപ്പോൾ പിന്നെ ബിരിയാണി കഴിക്കാമെന്ന് എല്ലാവരും പ്ലാൻ ചെയ്തു കേട്ടോ. ഞാൻ വേഗം മുഖമൊക്കെ കഴുകി കേട്ടോ, കാരണം ഞാൻ പറഞ്ഞില്ലേ മുഖത്താകെ ചെളിയും പൊടിയൊക്കെ ആയിട്ട് എന്തോ പോലെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബിരിയാണി വന്നു കേട്ടോ. എല്ലാവർക്കും നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഫുഡ് അടി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പോഴേക്കും എനിക്കൊരു ടെൻഷൻ ആയി തുടങ്ങി. ഉണ്ണിയോടെ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ, അമ്മയും അമ്മാമ്മയൊക്കെ ഉണ്ട്, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എങ്കിൽ പോലും എനിക്കിങ്ങനെ എന്തോ ഒരു ടെൻഷൻ ആയിട്ടോ. കാരണം ഈ ഒരു സമയം എന്ന് വെച്ചാൽ നമുക്കൊരു മിക്സഡ് ഇമോഷൻ ആവും കേട്ടോ. കാരണം നമുക്ക് പുറത്ത് പോകാൻ ഇഷ്ടമാണ്, പക്ഷെ ഉണ്ണീനെ കൂട്ടാതെ നമ്മൾ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പോയോടത്ത് സമാധാനമായിട്ട് ഇരിക്കാനും പറ്റില്ല കേട്ടോ. അങ്ങനെ നമ്മളിതേ വീട്ടിലെത്തി. ഞാനും ആദർശേട്ടനും ഫസ്റ്റ് എത്തിയിട്ടോ. മാളും കിരൺചേട്ടനും ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ വേഗത വീട്ടിലേക്ക് നടന്ന് പോവാണ് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തുമ്പോഴേക്കും ചേച്ചി, തേജപ്പൻ, വിനീഷേട്ടൻ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ തേജാബിക്ക് പാപ്പയുടെ സ്കൂട്ടി കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് ഇത് ആരുടെയാന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കായിരുന്നു കേട്ടോ. പിന്നെ ചേച്ചി ഇതേ ഉണ്ണീൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. അമ്മമ്മയും അവളും കൂടിയിട്ട് ഉണ്ണീനെ നോക്കണ്ടായിരുന്നു. അവൻ ഉറങ്ങി തോന്നുന്നു. അങ്ങനെ ചേച്ചി ഇത് ഉണ്ണീനെ തൊട്ടിയിലുണ്ട്. പിന്നെ തൊട്ടിയിലിട്ട് അവൻ കുറേ നേരം അങ്ങനെ കിടന്ന് ഉറങ്ങിക്കോളൂ കേട്ടോ. അവൻ വലിയ അലമ്പൊന്നും കാണിച്ചില്ല എന്നാണ് പറഞ്ഞത്. അവന് പിന്നെ അങ്ങനെ അലമ്പ് കാണിക്കേണ്ട പ്രായമൊന്നും ആയിട്ടില്ലല്ലോ, എന്നെ മനസ്സിലാക്കേണ്ട പ്രായമായിട്ടില്ല തോന്നുന്നു. കുറച്ചുകൂടി വലുതായാലാണെങ്കിൽ നമ്മൾ പുറത്ത് പോകുമ്പോഴൊക്കെ പിണക്കൊക്കെ ഉണ്ടാവുക. അങ്ങനെ ഇതേ ചേട്ടന്മാരും ആളുമ്മേനെ ഉപദേശിക്കാട്ടോ, ഫോൺ വാങ്ങിച്ചത് ഇനി അങ്ങനെ മിസ്യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് തലങ്ങും വിലങ്ങും നിന്നിട്ട് വിനീഷേട്ടനും ആദർശേട്ടനും കിരൺചേട്ടനും ഒക്കെ ഇരുന്നിട്ട് അതിനെ ക്ലാസ് എടുക്കാൻ കേട്ടോ. പിന്നെ മഴ പെയ്യുമ്പോൾ ആദർശേട്ടൻ സ്കൂട്ടി അകത്തേക്ക് കയറ്റി വെച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഭയങ്കര രസമായിരുന്നു. എല്ലാവരും കൂടിയിട്ട് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു. ഇനി കുറച്ച് കഴിഞ്ഞ് ഇവർക്ക് എക്സിബിഷൻ കാണാൻ പോകണം. അപ്പോൾ ആദർശേട്ടൻ ആദ്യം പോണില്ല എന്നിട്ടാ പറഞ്ഞിട്ടുണ്ടായേ. അപ്പോൾ അമ്മയും അച്ഛനും പിന്നെ വിനീഷേട്ടൻ, മാളു, ചേച്ചി എല്ലാവരും കൂടി ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായേ. ഞാൻ വന്ന പാടെ വേഗം ഡ്രസ്സ് മാറാൻ പോയേക്കായിരുന്നു കേട്ടോ. പിന്നെ ഇവർ ഇതേ മാളുവിൻ്റെ ഫോണിലത്തെ ഓരോ കാര്യങ്ങളും സെറ്റിങ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാണ് കേട്ടോ ഇവിടെ.
സ്കൂട്ടിമ്മ പോണേന്റെ പൂതി എനിക്ക് മാറി കിട്ടിയിട്ടാ. വീട്ടിലെത്തുമ്പോഴേക്കും നോക്ക് ആ കറുത്ത് കരിവാളിച്ച് എന്താ വെയില്. ചെറുതായിട്ടൊരു മഴക്കാറുണ്ടെങ്കിൽ കൂടിയിട്ട് ഭയങ്കര ചൂട്. ഞാൻ വേഗം വന്ന് കൈയും കാലും ഒക്കെ ഫുൾ കഴുകി ഡ്രസ്സൊക്കെ മാറി. പിന്നെ കുഞ്ഞിച്ചക്ക അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അമ്മയുടെ അടുത്ത് അവൻ സെറ്റായിട്ടിരുന്നു. പിന്നെ അമ്മയുടെ അടുത്ത് ആക്കി പോകുമ്പോൾ എനിക്കും ധൈര്യമായിട്ട് പോയി വരാം എവിടെ പോവാ ചെയ്യും. അപ്പൊ അമ്മ വലിയ അലമ്പൊന്നും ഇല്ലാതെ ഇരുന്നു കേട്ടാ. ഞങ്ങൾ കുറച്ചു നേരം കിടന്ന് ഉറങ്ങട്ടെ. ഇവിടെ എല്ലാവരും ഉണ്ട്. മാളു, കിരൺചേട്ടൻ, ആദർശേട്ടൻ, മിനിച്ചേട്ടൻ, ചേച്ചി എല്ലാവരും ഉണ്ട് അപ്പുറത്തെ റൂമിൽ. ഞാനപ്പോൾ പിന്നെ പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. ഈ കുറച്ചു നേരം ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഒന്ന് കിടന്നുറങ്ങട്ടെ. പിന്നെ ചേച്ചിയും ആദർശനും തേജപ്പനൊക്കെ ഈ നമ്മുടെ അടുത്തേക്ക് വന്നു കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് ഇരിക്കായിരുന്നു കേട്ടോ. എനിക്ക് അച്ഛൻ ഇന്ന് സ്കൂട്ടിമ്മ പോണേൻ്റെ എല്ലാതും കൂടെ തീർന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഭയങ്കര ക്ഷീണം. നാൾക്ക് ശേഷം ഇങ്ങനെ വെയിലൊക്കെ കൊണ്ട് നടക്കുന്നേ. അപ്പോൾ പെട്ടെന്ന് ക്ഷീണിച്ച പോലെ തോന്നി. ഇനിയും നമുക്ക് എക്സസൈസ് ഒക്കെ ചെയ്ത് സെറ്റ് ആവണം. ഇനി കുറച്ചുകൂടെയും ഒരു 3 മാസം കഴിഞ്ഞിട്ട് വേണം എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിക്ക് വർക്കൗട്ടൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് അമ്മയും അമ്മയും ചേച്ചിയൊക്കെ ഇതേ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി തുടങ്ങിയിട്ട്. അവർക്ക് ഒരു 4:30 ഒരു 5 മണിക്കാകുമ്പോൾ തോന്നുന്നു അവർ പോയത്. അപ്പം പിന്നെ ആദർശേട്ടൻ പോണോ പോണ്ടേ എന്നുള്ള കൺഫ്യൂഷനിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത് കേട്ടാ. അങ്ങനെ പിന്നെ ആദ്യം പോടില്ല പറഞ്ഞു. പിന്നെ ആദർശേട്ടൻ എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരുടെ ഒപ്പം പോകുമ്പോൾ രസമല്ലേ പറഞ്ഞിട്ട് അങ്ങനെ ചേട്ടനും ഡ്രസ്സൊക്കെ മാറി വന്നു കേട്ടോ. പിന്നെ അമ്മ പോകുമ്പോഴേക്കും ഉണ്ണീനെ മേലൊക്കെ കഴുകി തന്നുട്ടോ. അപ്പോൾ റൂമിലിരുന്ന് വേഗം അവൻ്റെ മേലൊക്കെ കഴുകി തുടച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ അവൻ്റെ മേല് തുടച്ച് ഞാൻ പാമ്പേഴ്സൊക്കെ ഇട്ടിട്ട് കൊണ്ടുവരുമ്പോഴേക്കും അവർ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവന് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി. പിന്നെ അവനെ ഉറക്കാൻ നോക്കാട്ടോ. അവനച്ഛൻ ഉറങ്ങുന്നില്ല, വെറുതെ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കട്ടോ. എനിക്കച്ഛൻ ഉറക്കം വന്നിട്ട് പ്രാന്തായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ണിക്കച്ഛൻ ഉറക്കം വരുന്നില്ല. അങ്ങനെ വെറുതെ അവൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിട്ടും ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടും ഞങ്ങൾ അങ്ങനെ ഇരുന്നു. പിന്നെ അമ്മമ്മ ചായ കുടിക്കാമെന്ന് വിളിച്ചു കേട്ടോ. അപ്പോൾ രാത്രി ഏതാണ്ട് 6:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മമ്മ റസ്ക് അതുപോലെ തന്നെ ബെന്ന് കള്ളപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കട്ടെ അമ്മമ്മയുടെ അടുത്ത് വർത്താനം പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞിച്ചക്കനെ നമ്മുടെ അമ്മമ്മ തൊട്ടിയിലിട്ട് ആട്ടിയോണ്ട് നിൽക്കട്ടെ. അവനങ്ങനെ ഉറക്കാൻ വേണ്ടി നോക്കാണ്. മൂപ്പര് കണ്ണും വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അവന് ഉറക്കൊന്നും വരുന്നില്ല. ആരാ മമ്മ? അത് വാതിലിന്റെ ബാക്കിൽ ഒളിച്ചിട്ടുണ്ടാവും. വാതിലിന്റെ ബാക്കിൽ നിൽക്കുന്നുണ്ടാവും. വാതിലുമ്പോ കൊട്ടുന്ന സൗണ്ട് ഞാനും കേട്ട്. വാതിലും മുട്ടുന്ന സൗണ്ട് കേട്ടോ. അപ്പം അമ്മ ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയപ്പോൾ അവിടെ ആരെങ്കിലും കാണാനില്ല. അപ്പോൾ ഈ വാതിലിൻ്റെ നേർക്ക് അവർ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചേ കുട്ടികളാരെങ്കിലും ആവും, മാളോ അല്ലെങ്കിൽ അശ്വിനും അർജുനും അവരാരെങ്കിലും ആവും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ ആരാന്ന് ചോദിക്കുമ്പോൾ സുരേട്ടുണ്ടോന്ന് അവിടെ ചോദിച്ചു. പിന്നെ ആളാച്ചെങ്കിൽ ജനലട അങ്ങോട്ട് നിൽക്കണില്ല. നമുക്ക് ആരാന്ന് കണ്ടാലേ വാതിൽ തുറക്കാൻ പറ്റുള്ളൂ. പിന്നെ ആൾ ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആൾ നേരെ പിന്നെ ബൈക്കുമ്പോൾ കയറി പോയിട്ടോ. നമുക്ക് ഇതുവരെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ വീട്ടിലൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം പേടിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ ചുറ്റോറും ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അച്ഛൻ്റെ ഏതെങ്കിലും കൂട്ടുകാരന്മാർ ആരെങ്കിലും ആയിരിക്കാം. അങ്ങനെ ഇതേ കുഞ്ഞിച്ചക്കൻ ഉറങ്ങിയിട്ട് അങ്ങനെ അമ്മമ്മയുടെ ഒപ്പം ടി വിയിൽ ഓരോ പ്രോഗ്രാം കണ്ടിട്ട് ഞാനും കുറേ നേരം ഹോളിൽ അങ്ങനെ ഇരുന്നോട്ടെ. പിന്നെ ഉണ്ണിനെ കൊണ്ട് കെടുത്തി കണ്ടില്ല. അവൻ്റെ മുടി കൊഴിയുടെ നോക്ക്. ഈ ഒരു സൈഡ് ഇങ്ങനെ വി ഷേപ്പിൽ അവൻ്റെ മുടി ഫുള്ള് ഇങ്ങനെ കൊഴിഞ്ഞു പോവാട്ടോ. അതെന്താണാവും അങ്ങനെ അങ്ങനെ മൂപ്പര് ചെരിഞ്ഞിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ കുറേ നേരം അവനെ അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ അങ്ങനെ കിടന്നുട്ടാ. ഇടയ്ക്ക് കുഞ്ഞിക്കമ്മ തുറന്ന് നോക്കുന്നുണ്ട്. ഗൈസ് ഓർക്കൊക്കെ കഴിഞ്ഞിട്ട് മൂപ്പര് എണീറ്റിട്ടുണ്ട്. കുറച്ചു നേരം കിടന്ന് കളിച്ചോളും. ഇന്റെ മോക്കൊക്കെ ഇങ്ങനെ പിടിച്ചേക്കണേ. ഇന്റെ മോക്കൊക്കെ ഇങ്ങനെ പിടിച്ചേക്കണേ. ഇടയ്ക്ക് ഒരുമാതിരി കോഷ്ടിയായിട്ടുള്ള മുഖം പിടുത്തുണ്ട് കേട്ടോ. അതപ്പോ നിങ്ങൾ കണ്ടത്. ഹായ്, ഒരു ഹായ് പറയോ അമ്മയുടെ പുത്ത്? ഹായ് പറയ്. ഹലോ ഹലോ. അമ്മയുടെ കുട്ടി ഫോണിച്ച് നോക്കേ. അമ്പടാ, അടി വേണോ എനിക്ക്? അമ്മയുടെ കുട്ടിച്ച് അടി വേണോ? അമ്മയുടെ തെക്കന്മാര് അവിടെ കുഞ്ഞി തെക്കന്മാരുണ്ട് ഇവിടെ. ഞങ്ങൾ ഇവിടെ കളിക്കാണ് പറയ്. ഇവിടെ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ പയ്യെ. അച്ഛമ്മലെന്നെ കൂട്ടാതെ പോയി എന്ന് പറയേ. അച്ഛയും അമ്മമ്മയും അച്ചച്ചിയും വല്യമ്മയും വല്യച്ഛയും ഒക്കെ പോയി പറയ്. ഞങ്ങളെന്നെ കൂട്ടാത്ത എക്സിബിഷൻ കാണാൻ പോയി പറയ്. സ്വത്തേ. പിന്നെ ഒരു 9:30 ആകുമ്പോഴേക്കും എല്ലാവരും വീട്ടിലേക്ക് എത്തിയിട്ടാ. അപ്പൊ അമ്മ ആകെ കിളി പോയ രീതിക്കാ വന്നിട്ടുണ്ടായിരുന്നില്ല. കണ്ടു മറ്റേ സാധനത്തിൻ്റെ
അമ്മമ്മടെ കിച്ചുട്ടനെ അച്ഛനാ അമ്മ കറിഞ്ഞിട്ടാ കണ്ണടച്ചിട്ട് എന്റെ കുട്ടികളൊക്കെ എവിടെ കുട്ടികളെ കാണാനില്ലല്ലോ കണ്ണടച്ചിട്ട് കണ്ണു തുറക്കണില്ലേ കണ്ണടച്ചിട്ട് എന്റെ കുട്ടികളെ കാണാനില്ലോ എന്റെ കുട്ടികളെ പിന്നെ ചേച്ചി ഇപ്പൊ തന്നെ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോകട്ടെ. അപ്പൊ വേഗം കൈയും കാലൊക്കെ കഴുകിയിട്ട് ഉണ്ണീനെ എടുക്കാട്ടോ. അവൾക്ക് അച്ഛൻ ഉണ്ണീനെ എടുത്തിട്ട് മതിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കട്ടെ. അവൻ അച്ഛൻ ഇങ്ങനെ അന്തം വിട്ട് അവളുടെ മൂത്തിക്ക് നോക്കുക, എന്റെ മൂത്തിക്ക് നോക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. തേച്ചപ്പിന് അച്ഛൻ ചക്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അമ്മ ചക്കയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞായറാഴ്ച അമ്മമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പൊ ആദർശായിട്ട് ഇങ്ങനെ അമ്മമ്മേനെ ഇങ്ങനെ ഇരികേറ്റാണ് കേക്ക് മുറിക്കും അത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അമ്മമ്മയ്ക്ക് അച്ഛൻ കേക്ക് മുറിക്കണതൊന്നും തീരെ ഇഷ്ടമല്ല കേട്ടോ. അപ്പൊ കേക്ക് എങ്ങാനും മുറിച്ച അപ്പൊ അമ്മമ്മ ഇവിടെ നിന്ന് പോകുന്നൊക്കെ പറഞ്ഞിട്ട് അമ്മമ്മ ഇങ്ങോട്ടും ഭീഷണിപ്പെടുത്താട്ടോ. പിന്നെ അമ്മമ്മേനെ നമ്മൾ അമ്മമ്മയുടെ ഇഷ്ടത്തിന് വിട്ടുട്ടോ. എന്നാലും ആദർശായിട്ട് ഇടയ്ക്ക് പോയിട്ട് അതിനെ ചൊറി കിട്ടോ. 12 മണിക്ക് ഞാൻ വലിയ കേക്ക് മുറിക്കും, പടക്കം പൊട്ടിക്കും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ തമാശക്കിട്ടാ. അങ്ങനെ ഇത് ചേച്ചി മാളും ഉണ്ണിയോളൊക്കെ പോയിട്ടാ. പിന്നെ ഇതേ ആദർശാണ് ഫുഡ് കഴിക്കാൻ ഇരുന്നു വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ ചോറിനാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അപ്പൊ എല്ലാവരും ടി വി ഒക്കെ കണ്ടിട്ട് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാനട്ടാ. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ കിച്ചപ്പനെ ഉറക്കാട്ടോ. ഞാൻ കിച്ചപ്പന അച്ഛനെ മേത്ത് കിടന്നിട്ട് അവനത് സെറ്റായി. പിന്നെ അവൻ്റെ മേത്ത് നമ്മൾ എടുക്കുമ്പോൾ അവൻ ഭയങ്കര കരച്ചിലാട്ടോ. അപ്പൊ ഞാൻ പിന്നെ പതുക്കെ നന്നായിട്ട് ഉറക്കിയിട്ട് അവനെ അങ്ങോട്ട് മാറ്റി കിടത്താന്ന് വിചാരിച്ചിട്ട് എന്റെ മേത്ത് തന്നെ അങ്ങനെ ഇട്ടിട്ട് ഉറക്കി കൊടുക്കാട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരും ഉറങ്ങാൻ വേണ്ടി കിടന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.